പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കെ എം എബ്രഹാം എന്ന് പറയുന്ന പിണറായി വിജയന്റെ തലച്ചോർ, കെ എം എബ്രഹാം എന്ന് പറയുന്ന പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയൻ, കെ എം എബ്രഹാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറി, ക്യാബിനറ്റ് റാങ്കുള്ള അയാള് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയാൾക്കെതിരെ ഉടനടി FIR ഇട്ട് CBI അന്വേഷണം ആരംഭിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി K. ബാബു വിധി പുറപ്പെടുവിച്ചത് ഏപ്രിൽ 11-നായിരുന്നു. ഇന്ന് ഏപ്രിൽ 15-ആയി, 4 ദിവസം കഴിഞ്ഞിരിക്കും. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ അവസാന വർഷമാണ്. പിണറായി വിജയൻ ഇപ്പോൾ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. മകൾ എപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകുമെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനെതിരായിട്ട് CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ഹൈക്കോടതി വിധി പുറത്തു വന്നാൽ അത് ഏതൊരു പ്രതിപക്ഷത്തിനും വജ്രായുധമാകേണ്ടതല്ലേ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കി. ഇങ്ങനൊരു വിധി വരുന്നത് UDF-ന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഇരിക്കുന്നപ്പോഴാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ 5-ാം വർഷക്കാലം അയാൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു വിധിന്യായം വന്നിരുന്നുവെങ്കിൽ ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്നെ ഒരു ദിവസം പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു സുഹൃത്തുക്കളെ. ആ സർക്കാർ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു. നമുക്കറിയാലോ, 2006-ൽ സോളാർ കേസ് എന്ന് പറഞ്ഞൊരു ഇല്ലാ കഥയുടെ പേരിൽ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി അധികാരത്തിൽ വന്നവരാണ് ഇപ്പോഴത്തെ ആളുകൾ. അവർക്ക് ഇതുപോലൊരു വജ്രായുധം ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5-ാം വർഷം കിട്ടിയിരുന്നെങ്കിൽ അവരത് എങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 58 വയസ്സുകാരനും 62 വയസ്സായിട്ടുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവുള്ള ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയനെതിരെ അയാൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ വിധി വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇവിടെ ഒരു ഇല അനങ്ങിയിട്ടുണ്ടോ? ആരൊക്കെയോ 1-2 പ്രതിപക്ഷത്തെ 1-2 നേതാക്കന്മാർ എന്തൊക്കെയോ ഇവിടെ കൂടെയോ ഒരു പ്രസ്താവന നടത്തിയിട്ട് അവരവരുടെ വഴിക്ക് പോയി. അതല്ലാതെ എന്തെങ്കിലും ഒരു അനക്കം, ഒരു മുരടനക്കമെങ്കിലും ഈ വിധിന്യായത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇത് ലജ്ജാകരമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലജ്ജാകരമല്ലേ? ആകപ്പാടെ എന്റെ അറിവിൽ എനിക്കറിയുന്നത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയോ മറ്റോ എന്തോ ഒരു പ്രസ്താവന കൊടുത്തതായിട്ടാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതല്ലാതെ പ്രതിപക്ഷത്തെ ഒരു നേതാക്കന്മാരും VD സതീശൻ പ്രസ്താവന കൊടുത്തതായിട്ട് അറിവില്ല, കുഞ്ഞാലിക്കുട്ടി പ്രസ്താവന കൊടുത്തതായിട്ട് അറിവില്ല, NK പ്രേമേന്ദ്രൻ കൊടുത്തതായിട്ട് അറിവില്ല, ഷിബു ബേബി ജോൺ കൊടുത്തതായിട്ട് അറിവില്ല. പ്രതിപക്ഷത്തെ ഒരു നേതാവും ഇത്ര പ്രധാനപ്പെട്ട ഒരു വിധിന്യായം കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ട് അതിനെതിരെ ഒരു പ്രസ്താവന കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എത്ര ഖേദകരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര വലിയവനാണോ പിന്നെ കെ എം എബ്രഹാം? ഭരണത്തിന്റെ 5-ാം വർഷമാണെന്ന് നമ്മൾ ഓർക്കണം. ഈ ഗവൺമെന്റിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രതിഷേധ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം വിജൃംഭിതമായി നിൽക്കേണ്ട ഒരു സമയത്ത് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധം കിട്ടിയിട്ട് അതെടുത്ത് ഉപയോഗിക്കാതിരിക്കുന്ന വരിയുടയ്ക്കപ്പെട്ട ഒരു പ്രതിപക്ഷമല്ലേ സുഹൃത്തുക്കളെ കേരളത്തിലുള്ളത്? വിജിലൻസ് ആണ് ഇയാളെ രക്ഷപ്പെടുത്തിയെന്നാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കെ എം എബ്രഹാമിനെ രക്ഷപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് വിജിലൻസ് ആണെന്ന് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് ആരുടെ കീഴില? മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ വിജിലൻസ്? സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സഹായിച്ചു എന്ന് വിധിന്യായത്തിൽ തന്നെ പറയുമ്പോൾ കെ എം എബ്രഹാം രാജിവെച്ച് പോകണമെന്നല്ല, മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകണമെന്നുള്ള നിലയിൽ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷ നേതൃത്വം കൊടുക്കണ്ടല്ലേ സുഹൃത്തുക്കളെ? എന്ന് ആലോചിക്കുക. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നില്ല എന്നുള്ളത് പോകട്ടെ, കെ എം എബ്രഹാമിനെ മാറ്റണമെന്ന് പറയാൻ പോലുമുള്ള ആർജവും ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു നാണം കെട്ട, ഒരു വരിയുടയ്ക്കപ്പെട്ട, ഒരു ശണ്ഡീകരിക്കപ്പെട്ട ഒരു പ്രതിപക്ഷമല്ലേ ഇത് കേരളത്തിലുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നാലോചിച്ചു. എത്ര വലിയൊരു കൂട്ടുകക്ഷി ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. ഇത്ര വലിയവനാണോ കെ എം എബ്രഹാം?
എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് പറയാനുള്ള ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്കില്ല. ഇനി ആ പ്രതിപക്ഷ നേതാക്കന്മാര് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കോഴിക്കോട് അവിടുത്തെ DCC ഓഫീസിന്റെ ഏതോ ഒരു കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്ന ആ അവസരത്തിൽ, ആ കത്രിക മുറിക്കുന്ന അവസരത്തിൽ നമ്മൾ കണ്ടതാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഈ കടിപിടി, ഈ കടിച്ചു കീറൽ, ഈ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് കടിക്കുന്നത് പോലെ കടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. KC അബു നിൽക്കുന്നു, അതിനപ്പുറത്ത് KC വേണുഗോപാൽ നിൽക്കുന്നു, അതിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് ശ്രമിച്ചിട്ട് കഴിയാതെ പോകുന്നു. ആ കഴിയാതെ പോകുന്ന ഗ്യാപ്പിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളി 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 കയറി വരുന്നു, KC വേണുഗോപാലിനെ തള്ളി മാറ്റുന്നു. എത്ര ലജ്ജാകരമാണെന്ന് നമ്മൾ ആലോചിച്ചു. ഇവർക്ക് എങ്ങനെയാണ് അധികാരം നമുക്ക് കൊടുക്കാൻ കഴിയുക? ഒരു DCC ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പട്ടികളെ പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന ഈ നേതാക്കന്മാർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ കടിച്ചു കയറലിന്റെ ചെറിയൊരു വീഡിയോ എന്റെ പ്രേക്ഷകരെ ഞാൻ ഇനിയൊന്ന് കാണിക്കുകയാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. സർക്കാരിനെ അടിക്കാനൊരു വലിയ വജ്രായുധം കിട്ടിയിട്ടും അത് ഉപയോഗിക്കാതിരിക്കുന്നു. UDF നേതാക്കന്മാർ ആരും ഉപയോഗിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഇനി BJPക്ക് എന്താണ് തടസ്സം എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. KM എബ്രഹാമിനെതിരെ KM എബ്രഹാം രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള ആർജവും എന്താണ് BJPക്കാരനില്ലാതെ പോയത്? BJPയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ എന്താ ഇല്ലാതെ പോയത്? എന്താണ് K സുരേന്ദ്രനും V മുരളീധരനും ഇല്ലാതെ പോയത്? ഇനി അതെല്ലാം പോട്ടെ, കേരളത്തിലെ BJPയുടെ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് പോലും ഇതിനുള്ള ധൈര്യം ഇല്ലാതായി പോയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര വലിയവനാണോ KM എബ്രഹാം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല. ഏറ്റവും വരിയുടയ്ക്കപ്പെട്ട, ശണ്ഡീകരിക്കപ്പെട്ട ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനും തലച്ചോറുമായിട്ടുള്ള KM എബ്രഹാമിന്റെ എതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അതിനെക്കുറിച്ചിട്ട് കമാന്നൊരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയാത്തത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.